നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിലേക്കും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചെയ്യുന്നു. വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പലവരും പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പല്ല, വാട്സപ്പ് ചാനലാണ്. അതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ആ ടാരോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്ക് കയറാവുന്നതാണ്. അത് ഫോളോ ചെയ്താൽ മതി. എല്ലാ ദിവസവും നമ്മൾ പ്രണയവായനയും മറ്റു വിശദാംശങ്ങളും ഡിസ്കൗണ്ടിന്റെ കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്താൽ മതി. വാട്സപ്പ് ഗ്രൂപ്പ് അല്ല, വാട്സപ്പ് ചാനലാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിലും ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ റീൽസും പോസ്റ്റും ഒക്കെ എല്ലാം ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. മറ്റുള്ളവരുടെ ചതിയിൽ നിന്നുമാണ് ഈ വ്യക്തിക്ക് നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിൽ മറഞ്ഞുകിടക്കുന്ന രഹസ്യം മനസ്സിലായത്. ആ രഹസ്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട എനർജീസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് പ്രണയവായന ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് വളരെയധികം ചതിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ ഊർജ്ജമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ചതിക്കപ്പെട്ടു പോയതാണോ, അല്ലെങ്കിൽ അതിൽ പെട്ടുപോയതാണോ, അല്ലെങ്കിൽ സ്വന്തം മനസ്സോടുകൂടി അറിഞ്ഞുകൊണ്ട് അതിൽ പോയി ചാടിയതാണോ എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ഈ വ്യക്തി ചതിക്കപ്പെട്ടു പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ നിങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഒരിക്കലും ഈ വ്യക്തി നിങ്ങളോട് തുറന്നു പറയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തുറന്ന് പ്രകടിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. പലപ്പോഴും നിങ്ങൾക്ക് പോലും സംശയങ്ങൾ തോന്നിയിട്ട് ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഈ വ്യക്തി അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തരികയോ അതിന് ഒരു തുടർന്നുള്ള ഒരു വിശദീകരണം തരികയോ ചെയ്തിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിനോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു ജോലിയിൽ തൃപ്തിയില്ലായ്മ, ഇങ്ങനെയുള്ള കുറച്ചധികം ഇൻസെക്യൂരിറ്റീസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അതായത് ജീവിതത്തിൽ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ നിന്നും പരിപൂർണമായിട്ടുള്ള ഒരു സംതൃപ്തിയും സന്തോഷവും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് തീർത്തും ഇവിടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളോട് പറയാതെ തന്നെ വളരെ രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരുന്ന കുറച്ചധികം ബാധ്യതകളും നമുക്ക് ഈ വ്യക്തിയുടെ ഊർജത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുകയും മറച്ചു പിടിക്കുകയും ചെയ്തിരുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി പലതവണയും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ചെയ്തത് ഈ വ്യക്തിയുടെ കൂടെയുള്ള കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ള സഹപ്രവർത്തകരോ ആയിരിക്കാം. കാരണം മറ്റുള്ളവരുടെ ഊർജവും നമ്മൾക്ക് ഇതിൽ നിന്നും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും ഒരു മൂന്നാമതൊരു വ്യക്തി ഉടലെടുത്തിട്ടുണ്ട്. ആ മൂന്നാമതുള്ള വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ആശ്രയിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ സാഹചര്യങ്ങൾ വളരെ മോശമായി അല്ലെങ്കിൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കവേ ഈ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഉള്ളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും നിങ്ങളുടെ അടുത്ത് എന്താണ് കാര്യം എന്നുള്ളത് ഈ വ്യക്തി പറഞ്ഞിരുന്നില്ല, പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇത് മുന്നോട്ട് പോയി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിനെയോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിനെയോ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വ്യക്തിയുടെ ബന്ധം പോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്.
പക്ഷേ തീർച്ചയായിട്ടും ഈ വ്യക്തി ആ ഒരു തേർഡ് പേഴ്സണെ വിശ്വസിച്ചു എന്നുള്ളതും ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. അത്രമാത്രം ഇവിടെ തേർഡ് പാർട്ടി ഈ പേഴ്സന്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളും മറ്റു പല രീതിയിലുള്ള കണക്ഷൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ സാമ്പത്തികപരമായിട്ട് തന്നെയായിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം എല്ലാം മനസ്സിലാക്കി അതിനെല്ലാം നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്യുകയാണ്, അല്ലെങ്കിൽ മുതലെടുക്കുകയാണ് ഈ തേർഡ് പേഴ്സൺ ചെയ്തത്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി ആദ്യമൊക്കെ വളരെയധികം സന്തോഷത്തിലായിരുന്നുവെങ്കിൽ പോലും മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. കാരണം ഭാവിയിൽ ഇതൊക്കെ എങ്ങനെയായി തീരും എന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് തന്നെ. പക്ഷെ പിന്നീട് അത് ഒരു വശത്ത് നിങ്ങളും മറുവശത്ത് തേർഡ് പാർട്ടിയും വന്നു ചേരുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തി. കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിലേക്ക് തേർഡ് പേഴ്സണും സ്ഥാനം പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായും കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് അത്ര നന്നല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നെത്തുകയും അതിൽ നിന്നും പിന്നീട് ഓടി ഒളിക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇവരെ അവോയ്ഡ് ചെയ്യാൻ നോക്കുകയും ചെയ്തതായിട്ട് കാണിക്കുന്നു. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിച്ചത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത്രയും അധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ചില രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള പ്രയോഗങ്ങൾ, അല്ലെങ്കിൽ അതൊരു ബ്ലാക്ക് മാജിക് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാർത്ഥനാ രീതികളോ അങ്ങനെയുള്ള അവസ്ഥകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തി അതിൻ്റെ എല്ലാം കെട്ടുകളിൽ നിന്നും അഴിഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇത്രയും കാലം നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ നല്ല രീതിയിൽ അകൽച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തേർഡ് പേഴ്സന്റെ ഒരു വലിയൊരു പങ്ക് അവിടെ വഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ വ്യക്തിക്ക് അഹങ്കാരം കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ വേറെയും പ്രണയങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കണം, വേറെ ആൾക്കാരോടായിരിക്കണം താല്പര്യം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. കാരണം ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത തലത്തിൽ ഈ വ്യക്തിയെ തളച്ചിട്ടിരിക്കുകയായിരുന്നു തേർഡ് പാർട്ടി. അപ്പോൾ ആ ഒരു തേർഡ് പേഴ്സന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വ്യക്തിയിൽ നിന്നും എന്തൊക്കെയോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു തേർഡ് പേഴ്സണിൽ ലഭിക്കുന്നുണ്ട്, അതിന് തുടർന്നും ലഭിക്കണം എന്നുള്ള വാശിയിലാണ് ഈ തേർഡ് പേഴ്സൺ ഓരോ കാര്യങ്ങളും ചെയ്ത് കൂട്ടിയിരുന്നത്. പക്ഷെ അത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെയും വരെ തകർത്ത് എന്താ പറയുക, വളരെ മോശപ്പെട്ട സാഹചര്യത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരെ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മുന്നിൽ രക്ഷപ്പെടാനുള്ള ഒരുപാട് വഴികൾ ലഭിച്ചതായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു രഹസ്യം എന്തെന്നാൽ തീർച്ചയായിട്ടും ഇത് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സ്വപ്നങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി മറ്റാരെങ്കിലും വഴി ഏതെങ്കിലും ഒരു സ്പിരിച്വൽ വ്യക്തിയിലൂടെ ഏതാനും ചില സത്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിന്റെ പ്രത്യേകത എന്താണെന്നും അതായത് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തിനാണ് വന്നത് എന്നും നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിന്റെ അവസാനം എങ്ങനെയായി തീരും എന്നുള്ളത് വരെയും ഈ പേഴ്സൺ അറിഞ്ഞതായി കാണിക്കുന്നുണ്ട്. അത് മറ്റു പലവരിൽ നിന്നുള്ള വേറെ ഏതെങ്കിലും സ്പിരിച്വൽ പരമായിട്ടുള്ള വ്യക്തികളിൽ നിന്നും ലഭിച്ച അറിവായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ സ്വയമായി തോന്നിയിട്ടുള്ള അറിവുകൾ ആയിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഒരുപക്ഷെ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്ന ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ വിട്ടു പോകുമായിരിക്കാം എന്നൊക്കെ ഈ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾക്കും ഈ വ്യക്തിക്കും തമ്മിൽ പിരിഞ്ഞു പോകാനാകില്ല എന്നുള്ള സത്യവും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കുറച്ചധികം ആളുകൾ തന്നെ പൂർവ്വജന്മത്തിലും നിങ്ങൾ രണ്ടുപേരും കമിതാക്കളായിട്ടോ ഭാര്യ ഭർത്താക്കന്മാരായിട്ടോ ജീവിച്ചു പോകുന്നതായി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടുപിരിയാനാകില്ല എന്നുള്ള പ്രപഞ്ച സത്യമാണ് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ രഹസ്യം. അപ്പൊ ആദ്യമൊക്കെ ഈ വ്യക്തി ഒരുപക്ഷെ ഇതിൽ നിന്നും പിന്തിരിയാൻ നോക്കിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ വേറൊരു ബന്ധത്തിലേക്കൊന്നും പോകാതെ ഒരു സന്യാസ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം യാതൊരു കാരണവശാലും ഇതിനൊരു ഭാവി ഉണ്ടാകില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഇന്ന് ഈ വ്യക്തിക്ക് മനസ്സുറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം നിങ്ങളായിട്ടുള്ള ബന്ധം കേവലം ഒരു മറ്റുള്ളവർ കാണിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നേരം പോക്കിനോ വേണ്ടിയിട്ടല്ല. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ ആത്മാവ് അത്രയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാകുന്നുണ്ട്. അതൊരു പക്ഷേ ഈ വ്യക്തിയുടെ ജാതകത്തിലോ, അല്ലെങ്കിൽ ഈ വ്യക്തി മറ്റേതെങ്കിലും പ്രവചിക്കുന്നവരിൽ നിന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പിരിച്വൽ പേഴ്സണിൽ നിന്നോ ഈ പേഴ്സൺ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം.
അത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കെട്ടുകൾ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണോ ഈ പേഴ്സണെ നിങ്ങളിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്, അത്രമാത്രം ഈ പേഴ്സൺ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും പൂർവാധികം ശക്തിയോട് കൂടി ആ തടസ്സങ്ങളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പല പല മേഖലകളിൽ ഈ വ്യക്തി ഒരു വട്ടപൂജ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ഒരു സാഹചര്യമെല്ലാം നല്ല രീതിയിൽ പരിപാലിച്ച് ഉയർത്തിയെടുക്കാനായി ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഒരു ചതി അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട വ്യക്തി നിങ്ങൾക്കിടയിലേക്ക് വന്നു ചേർന്നപ്പോഴാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം എത്രത്തോളം വലുതാണ്, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം രഹസ്യം നിറഞ്ഞ ഒരു ബന്ധമായിരുന്നു, അല്ലെങ്കിൽ ആ ബന്ധത്തിന്റെ പ്രത്യേകത എത്രമാത്രം ആത്മാർത്ഥത നിറഞ്ഞതായിരുന്നു എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു സന്യാസ ജീവിതമാണ്. അതായത് മറ്റുള്ളവരിലേക്കൊന്നും പോകാതെ, വേറെ തീരുമാനങ്ങളിലേക്കൊന്നും പോകാതെ, ആരിലേക്കും വീണു പോകാതെ, നിങ്ങളിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി. ആ ഒരു ലെവലിലാണ് നമുക്ക് ഈ വ്യക്തിയെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പൂർവ്വജന്മത്തിലോ തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ആ ഒരു സോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടേതായിരിക്കാം. അത്രമാത്രം ആഴത്തിൽ അത്രയും അങ്ങോട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്ത് അത് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ബന്ധമായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആത്മബന്ധമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വലിയൊരു പാഠം തന്നെയാണ്. കാരണം അത്രമാത്രം ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് ഈ വ്യക്തിക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി ഏതാനും ചില നമുക്ക് പ്രണയ സന്ദേശങ്ങൾ എടുക്കാം. നിന്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നീ ഹാപ്പിയാണോ എന്ന് ഈ പേഴ്സൺ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ സന്തോഷത്തിലാണോ എന്ന് ഈ വ്യക്തി ചോദിക്കുന്നുണ്ട്. നീ എൻ്റെ മനസ്സിൽ അത്രമേൽ പതിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ പ്രാധാന്യം അറിയുന്ന പല രീതിയിലുള്ള സാഹചര്യങ്ങൾ പ്രപഞ്ചശക്തി ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രമേൽ ഈ വ്യക്തിയുടെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഈ വ്യക്തി പറയുന്നത്. എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനമായത് നീയാണ്. അതെ, തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പല പറ്റിക്കപ്പെടുത്തുന്ന സാഹചര്യങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ വ്യക്തിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ആ ഒരു മനസ്സ്, പ്രചോദനം, മോട്ടിവേഷൻ ആയത് നിങ്ങളാണ്. അപ്പോൾ നമ്മുടെ കല്യാണം ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും കമിതാക്കളാണെങ്കിൽ, കല്യാണപ്രായം എത്തി നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേരും കല്യാണം കഴിക്കണം, ഒരുമിച്ച് കഴിക്കണം എന്നുള്ളതാണ് ഈ പേഴ്സണ് ആഗ്രഹം. അതായത് ഈ വ്യക്തിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ തേർഡ് പാർട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലതരത്തിലുള്ള നഷ്ടങ്ങൾ അത് ഏറ്റവും വലുത് തന്നെയാണ്. അപ്പോൾ അതൊരു വ്രണം പോലെ അല്ലെങ്കിൽ ഒരു മുറിവ് പോലെ ഇരിക്കുകയാണ്. അത് ഉണക്കാനായിട്ട് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രണയ സന്ദേശങ്ങൾ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. വാട്സപ്പ് ചാനലാണ്. വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.